ഇറാന്റെ ആക്രമണം ലോക രാജ്യങ്ങളിലേക്ക് തിരിയുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന രാജ്യം UK ആണ്. UK അവരുടെ സൈനിക താവളങ്ങളും മറ്റും അമേരിക്കയ്ക്ക് വിട്ടു നൽകിയിരുന്നു. യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കില്ല എന്ന് UK അറിയിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിൽ UK ഭയക്കുന്നതിന് കാര്യമുണ്ട്. UKയുടെ സൈനിക താവളങ്ങളിൽ കൃത്യമായി തന്നെ ഇറാന്റെ മിസൈലുകൾ പതിക്കുന്നുണ്ട്. ഡി ഗോഗാർഷിയ എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് 3800 കിലോമീറ്റർ അകലെയാണ്. അന്നാണ് ലോകം തിരിച്ചറിഞ്ഞത് ഇറാന്റെ പക്കൽ അത്ര ദീർഘദൂരമുള്ള മിസൈലുകളും ഉണ്ട് എന്ന്. ഇനി അവർ ഭയത്തോടെ കാണുന്നത് UKയുടെ പ്രധാനപ്പെട്ട ഗ്ലൗസെസ്റ്റർഷെയറിലെ ഫെയർഫോർട്ട് എന്ന് പറയുന്ന അവരുടെ വ്യോമത്താവളമാണ്. ഇവിടെ നിന്നാണ് US ഇറാനിയൻ മിസൈൽ സ്ട്രൈക്കറുകളെ ആക്രമിക്കുന്നത്. USന്റെ ഹെവി ബോംബറുകൾ പറന്നുയരുന്നതും ഈ വ്യോമത്താവളത്തിൽ നിന്നാണ്. അതുകൂടാതെ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഉള്ള മിക്കവയിലും UKക്ക് വ്യോമത്താവളങ്ങളുണ്ട്. UK നേവൽ സപ്പോർട്ട് ഫെസിലിറ്റി ബഹ്റിനിലെ, ഒമാനിലെ, ഖത്തറിലെ, UAEയിലെ, സൈപ്രസിലെ, ഇറാഖിൽ അങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുന്നു UKയുടെ വ്യോമത്താവളങ്ങൾ. ഈ വ്യോമത്താവളങ്ങൾ അമേരിക്കയ്ക്ക് കൊടുത്തത് മൂലമാണ് ഇറാന്റെ ആക്രമണത്തെ നേരിടേണ്ടി വരുന്നത്. ഇനിയും ഇത്തരം ഘട്ടങ്ങളിൽ UKയുടെ വ്യോമത്താവളങ്ങളെ ലക്ഷ്യം വെക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഇത് തന്നെയാണ് UKയെ ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യോമത്താവളങ്ങൾക്ക് കൂടുതൽ പ്രതിരോധമൊരുക്കുകയാണ് ഇപ്പോൾ UK ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ദൂരം ഇറാന് ഒരു വിഷയമല്ല എന്ന് കഴിഞ്ഞ ദിവസത്തെ ആക്രമണങ്ങളിൽ നിന്നെല്ലാം പാശ്ചാത്യ ലോകത്തിന് മനസ്സിലായി തുടങ്ങി. കാരണം ആ യുദ്ധം മിഡിൽ ഈസ്റ്റിൽ മാത്രം ഒതുങ്ങുകയായിരിക്കില്ല, പകരം മറ്റിടങ്ങളിലേക്കുമാണ്. ഇതിനിടയിൽ ഇറാൻ സ്പെയിനിന് ഒരു മുന്നറിയിപ്പ് നൽകി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഇടപെടുകയോ യുദ്ധത്തിൽ സഹായിക്കുകയോ ചെയ്താൽ നിങ്ങൾ ഞങ്ങളുടെ മിസൈലുകളുടെ ഒരറ്റത്ത് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഇറാൻ നടത്തിയ മുന്നറിയിപ്പ്. ന്യൂസ് ഡെസ്ക്.